സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇന്നലെ സാന്ദ്ര തോമസിൻ്റെ കാര്യമാണ്. മിനിഞ്ഞാന്ന് പറഞ്ഞത് നമ്മുടെ ഷൈലജ ടീച്ചർ കൊലക്കേസ് പ്രതികളെ യാത്ര നടത്തിയ ഒരു കാര്യത്തെപ്പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇന്ന് കണ്ണൂരിലെ ഒതുക്കപ്പെട്ട ഒരു നേതാവ്, പിണറായി വിജയൻ്റെ ഒതുക്കപ്പെട്ട ഒരു നേതാവ് പി ജയരാജൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശൈലജ ടീച്ചർ പോയി ആ പ്രതികൾ 2 അധ്യാപകരായിരുന്നു. ഈ അധ്യാപകർ കുറ്റക്കാരാണെങ്കിൽ കുറ്റമല്ല, ജഡ്ജിമാർ കുറ്റക്കാരാണ് കുറ്റം. പുള്ളി പറയുന്നത് 2 അധ്യാപകരായിരുന്നു, അതുകൊണ്ട് ശൈലജ ടീച്ചർ അവിടെ പോയതിന് എന്താ കുറ്റം? അയാൾ അധ്യാപകരായിരുന്നു. അധ്യാപകരും പാതിരിമാരും ഒക്കെ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ കുറ്റം തന്നെയാണ്. അതിന് എന്തോ പ്രശ്നം ഇരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ 2 അധ്യാപകരായിരുന്നു, അതുകൊണ്ട് അത് പോയി. ഈ അധ്യാപകർ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ 2 അധ്യാപകരായിരിക്കും, അല്ലെങ്കിൽ സഭയിലെ 2 അച്ഛന്മാരായിരിക്കും. കുറ്റം തന്നെയാണ്. അല്ല അധ്യാപകരായാലും അച്ഛന്മാരായിക്കോട്ടെ, പൂജാരി ആയിക്കോട്ടെ, കുറ്റം ചെയ്തവർ തന്നെയാണ്. അല്ലാതെ ഇവർ സമൂഹത്തിൽ അധ്യാപകരായിരുന്നു, പ്രൊഫസറായിരുന്നു, അവരതുകൊണ്ട് ഈ ചെയ്ത കുറ്റം അല്ലാതിരിക്കാനായിട്ടുള്ള വകുപ്പില്ല. അതുകൊണ്ട് ഈ പി ജയരാജനൊക്കെ ഇപ്പോഴും അദ്ദേഹത്തെ ഒക്കെ പിണറായി വിജയൻ ഒതുക്കാമെന്നതിനെ മാക്സിമം ഒതുക്കി, ഇപ്പോഴും പിന്നെയും പുള്ളിക്കാരനെ ഇങ്ങനെ ചാടി വന്ന് ഓരോ കാട്ടത്തിൽ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തോ നമ്മുടെ ചെങ്ങന്നൂർ ജയിച്ച് തോറ്റ MLA ശോഭന ജോർജ് ഒരു കസേര ലാസ്റ്റ് പുള്ളിക്കാരന് കൊടുത്തത്. അദ്ദേഹം എന്നിട്ട് വന്ന് ന്യായീകരിക്കുക. 2 അധ്യാപകർ ബലാത്സംഗം ചെയ്താൽ ബലാത്സംഗം വരികയോ, അച്ഛന്മാർ ബലാത്സംഗം ചെയ്താൽ ബലാത്സംഗം വരികയോ, ഇതൊക്കെ എന്തോ ന്യായമായി ഇദ്ദേഹം പറയുന്നത്. ഇവർക്കൊക്കെ വിവരക്കേടിനെ നമ്മളൊക്കെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്.